അപ്പോൾ നമുക്കിന്ന് കപ്പയ്ക്ക തോരൻ വെച്ചാലോ. അപ്പോൾ ഇവിടെ കപ്പയ്ക്ക് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തോരൻ വെക്കേണ്ടത് നോക്കാം. അപ്പോൾ കപ്പയ്ക്കയുടെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കളയുക. അപ്പോൾ നമ്മൾ തോടെല്ലാം ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ചെറുതായിട്ട് കൊത്തി ഇതറിയാം. അപ്പോൾ നമ്മളിവിടെ കപ്പയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കഴുകി വെള്ളമൊക്കെ മാറാൻ വേണ്ടി തോരൻ വെക്കാം. അപ്പോൾ എന്താ നമുക്ക് പോയി കണ്ടാലോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ പോകണം. ഇതിനൊക്കെ നല്ല കറയുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയിൽ അല്പം കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പം മുരിങ്ങയിലയും കൂടി. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. കപ്പയ്ക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് വേണം ഇടാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലൊന്ന് ജസ്റ്റ് ആക്കിയിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു ചെറിയ കപ്പയ്ക്ക് ഞാൻ ഇത്രയും തേങ്ങയാണ് എടുത്തേക്കുന്നത്, ഒരു അരമുറി തേങ്ങ. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെ വേണോ നമുക്ക് നോക്കാം. നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം. മുളക്, അല്പം മഞ്ഞൾ, വെളുത്തുള്ളി, ജീരകം, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് വരാം. നന്നായിട്ട് അരയേണ്ട, ജസ്റ്റ് ഇതൊന്നെല്ലാം ഒരു മിക്സ് പരുവായാൽ മതിയാവും. അപ്പോൾ നമ്മുടെ അരപ്പ് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപ്പോൾ ഇതിൽ ഹോളാക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പെല്ലാം പാകത്തിനൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. തോരൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക.